കാണണ്ടേ? എന്താ ഞാൻ കാണണ്ടേ? വിളിച്ചോ? ഞാനൊരു 10 മിനിറ്റ് ഉറങ്ങിക്കോട്ടെ. ഞാൻ എന്നും നേരത്തെ എണീക്കുന്നല്ലേ? ആ എന്തെന്നാ? ഞാൻ കണ്ടു. ഇനി ഞാൻ ഇച്ചിരി ഉറങ്ങിക്കോട്ടെ. ഏ ഹലോ, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഞാനിവിടെ ഒരാളോട് തലേന്നേ കിടക്കാൻ നേരത്ത് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, നാളെ സ്കൂളൊന്നുമില്ല, അതുകൊണ്ട് ദയവേദന രാവിലെ വിളിക്കല്ലേ എന്നുള്ളത്. എന്നാൽ പിന്നെ നേരെ ഓപ്പോസിറ്റായിട്ട് 6 മണിക്ക് എന്നെ വിളിച്ച് എണീപ്പിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ത്രിജൂട്ടൻ. അത് ത്രിജൂട്ടൻ്റെ പതിവാണ്. പൊതുവേ എല്ലാ ദിവസവും ഒരു 6 മണി 6:30 അങ്ങനെ ആ ഒരു സമയത്തൊക്കെ ഞാൻ എണീക്കാറുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ക്ലാസ്സൊന്നുമില്ല, അതുപോലെ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലുമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ത്രിജൂട്ടനോട് അത്ര രാവിലെ വിളിക്കല്ലേ എന്ന് പറഞ്ഞതൊന്നും ആൾ കേട്ടിട്ടില്ല കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് നേരം ഞാൻ ഉറങ്ങാൻ നോക്കിയെങ്കിലും പിന്നെ ത്രിജൂട്ടൻ സമ്മതിച്ചില്ല, എന്നെ വിളിച്ച് എണീപ്പിച്ചു കേട്ടോ. അങ്ങനെ ഞാനിപ്പം എൻ്റെ വീട്ടിലാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഒരു 1.5 വർഷമായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ താമസിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അപ്പോൾ ആ ഒരു നമുക്ക് എത്രയൊക്കെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും വല്ലപ്പോഴുമെങ്കിലും നമ്മളെ വീട്ടിൽ കയറി താമസിക്കാൻ ഒരു സ്ഥലം ഇല്ലാതിരിക്കുക എന്ന് പറയുമ്പം അതൊരു വിഷമം തന്നെയാണല്ലേ. അപ്പോൾ 1.5 വർഷമായിട്ട് എൻ്റെ വീടിൻ്റെ പണി നടക്കുമായിരുന്നു. ഞാൻ ലാസ്റ്റ് എൻ്റെ വീട്ടിൽ താമസിച്ചത് പിന്നെ എൻ്റെ അച്ഛൻ ഞങ്ങളെ വിട്ട് പോകുന്നതിൻ്റെ ഒരാഴ്ച മുന്നേ ആയിരുന്നു കേട്ടോ. അപ്പം അന്ന് ഞാൻ തിരിച്ചിവിടെ വന്നപ്പം തിരിച്ച് ഇനിയും കുറേ ദിവസം വീട്ടിലേക്ക് പോകണം. ഞാൻ ലാസ്റ്റായിട്ട് ഒരു സന്തോഷത്തോടെ എൻ്റെ വീട്ടിൽ താമസിച്ചത് അച്ഛൻ ഞങ്ങളെ വിട്ട് പോകുന്നതിൻ്റെ ഒരാഴ്ച മുന്നേ ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്തോ എനിക്കങ്ങനെ അവിടെ പോയി നിൽക്കണം എന്ന് തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം നിന്നു കേട്ടോ, കുറച്ചധികം ദിവസം. എല്ലാ പ്രാവശ്യവും നിൽക്കുന്നതിനെക്കാട്ടിയും എന്തൊക്കെയൊക്കെ ഒരു പുതുമ ആ പ്രാവശ്യം നിൽക്കുമ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നേ. പിന്നെയും ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവിടെ നിൽക്കാൻ പോകണം എന്നൊക്കെ വിചാരിച്ചു. അത് കഴിഞ്ഞ് പിറ്റത്തെ ആഴ്ചയാണ് നമ്മളൊരിക്കലും വിചാരിക്കാത്ത ആ ഒരു സംഭവം ഉണ്ടായത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ആകെ കുറച്ച് ദിവസമേ അവിടെ നിന്നിട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വീടൊക്കെ പൊളിച്ചിട്ടു. അപ്പോൾ പിന്നെ അമ്മേൻ്റെ വീട്ടിലായിരുന്നു. അങ്ങനെ നമ്മൾ ഈ വീട്ടിൽ ആരും നിന്നിട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ പിന്നെ എത്രയോ ഇതിന് ശേഷം പിന്നെ പാല് കാച്ചലിൻ്റെ ടൈമിലാണ്, അതിൻ്റെ തലേന്നാണ് ഞങ്ങളിവിടെ താമസിക്കുന്നത്. പിന്നെ ഇപ്പോഴാണ് ഞാൻ നിൽക്കാൻ വരുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിലൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. എൻ്റെ വീട്ടിലാണെന്ന് വിചാരിച്ച് ഞാൻ ഫുൾ റെസ്റ്റ് അങ്ങനെയൊന്നുമല്ല കേട്ടോ. എനിക്കിപ്പം ചെറിയ ചെറിയ ഓരോ പണികളൊക്കെ ഉണ്ട്. അതിപ്പോൾ ഞാനായാലും എൻ്റെ അനിയത്തിയായാലും ഞങ്ങളിവിടെ വീട്ടിൽ വന്നാൽ ഞങ്ങളാദ്യം എല്ലാ കാര്യത്തിലും ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ പിന്നെ എനിക്കിപ്പോൾ ഈയിടെയായിട്ട് നമുക്കെന്തെങ്കിലും പണി ഉണ്ടാകുമ്പം അത് കഴിച്ചിട്ടല്ലാണ്ട് വെറുതെ ഇരിക്കുമ്പം എന്തോ പോലെയാണ് കേട്ടോ. തള്ള വൈബില്ലേ, അങ്ങനെയൊന്നുമല്ല, എന്നാലും കുറച്ച് മോനൊക്കെ ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ എനിക്ക് അങ്ങനെയൊരു മൈൻഡൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ എൻ്റെ ഒരു 10-17 വയസ്സ് വരെ അമ്മേനെ ഒന്നും ഹെൽപ്പ് ചെയ്യില്ലായിരുന്നു, ഒരു കാര്യങ്ങളും ചെയ്യില്ലായിരുന്നു കേട്ടോ. പക്ഷെ അതിന് ശേഷമാണ് എനിക്ക് പെട്ടെന്നൊരു തിരിച്ചറിവ് വന്ന് ഞാൻ എല്ലാ കാര്യങ്ങളും അമ്മേനെയാണെങ്കിലും ഒക്കെ സഹായിക്കാൻ തുടങ്ങിയത്. അതിന് ശേഷം ഇതുവരെ ഞാൻ അങ്ങനെ മടി പിടിച്ചിരുന്നിട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ പണ്ടാണെങ്കിലും എൻ്റെ വീട്ടിൽ ആ ഒരു ടൈമിൽ ഞാൻ കുക്കിംഗ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കാരണം അച്ഛമ്മയുണ്ട്, പിന്നെ അമ്മയുണ്ട്. എൻ്റെ അച്ഛനൊക്കെ ആണെങ്കിലൊക്കെ അത്യാവശ്യം കുക്ക് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ അച്ഛമ്മയൊക്കെ കുക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ലായിരുന്നു. പക്ഷേ പിന്നീട് ഞാൻ ഹോസ്റ്റലിലൊക്കെ പോയി ആ സമയത്തൊക്കെയാണ് ഞാൻ കുക്ക് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷേ എനിക്ക് പൊതുവേ അങ്ങനെ എല്ലാം അറിയായിരുന്നു കേട്ടോ. ഞാനങ്ങനെ കുക്കിംഗ് അറിയാണ്ട് ബുദ്ധിമുട്ടിയിട്ടൊന്നുമില്ല. എനിക്ക് ഓൾറെഡി എല്ലാ കുക്കിംഗ് അറിയായിരുന്നു. പിന്നെ പുതിയ പുതിയ ഓരോ ഇതാണെങ്കിലും ഞാൻ വേഗം ചെയ്യാറുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടം കുക്കിംഗ് ആണ്, അതുകൊണ്ടായിരിക്കും കേട്ടോ. പിന്നെ എന്ത് റെസിപ്പി ആണെങ്കിലും ഞാൻ നോക്കിയിട്ട് അങ്ങനെ ചെയ്യലുണ്ട്. അപ്പം ഞാനാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ കടലയും വെള്ളയപ്പമാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ നിമിഷവും എനിക്ക് ഈ വീട്ടിൽ നിൽക്കുമ്പോൾ സന്തോഷമുണ്ടെങ്കിലും നല്ല വിഷമമുണ്ട് കേട്ടോ. കാരണം ഞാനിവിടെ വന്ന് നിൽക്കുന്ന സമയത്തെ അച്ഛൻ രാവിലെ എണീറ്റിട്ട് അമ്മേനേക്കാൾ മുന്നേ എണീറ്റിട്ട് അച്ഛൻ വിളക്ക് വെക്കും കേട്ടോ. അപ്പോൾ എനിക്ക് ഈ കടലക്കറി ചപ്പാത്തിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി മുന്നിൽ കൊണ്ടുപോയി വെച്ച് തരുമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാനതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ ത്രിജുവും അച്ഛമ്മയും അമ്മയും ഞങ്ങളെല്ലാവരും കൂടെ ചായ കുടിച്ചു കേട്ടോ. പിന്നെ ഞാൻ വേഗം അടിച്ചു വാരി ഇട്ടെന്ന് വിചാരിച്ചേ. അതാകുമ്പോൾ പിന്നെ നമുക്ക് മെയിൻ പണി അതാണല്ലോ. അപ്പോൾ ഞാൻ വേഗം എല്ലാ റൂമും ഒന്നിങ്ങനെ അടിച്ചു വാരി കേട്ടോ. അപ്പോൾ ഇപ്പോൾ തുടയ്ക്കുന്നില്ല, കാരണം അനിയത്തിൻ്റെ മക്കളും വരും, പിന്നെ ത്രിജു ഇങ്ങനെ കളിക്കുകയല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു പേടി, ഞാൻ തുടയ്ക്കുന്നില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ മുറ്റത്തേക്കൊന്നും ഇറങ്ങാൻ ഒരു രസവും ഇല്ല, കാരണം മുറ്റത്തിൻ്റെ പണിയും കഴിഞ്ഞിട്ടില്ല. പിന്നെ പണ്ടത്തെ പോലെ ചെടിയോ ഒന്നും ഇല്ലാത്തതുകൊണ്ടേ
പിന്നെ അമ്മയാണെങ്കിൽ ഗ്യാസും കാര്യങ്ങളൊക്കെ തുടയ്ക്കാണ് കേട്ടോ. ഞാൻ മറ്റേ വീഡിയോയിൽ ഹോം ടൂറിൽ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് മറ്റേ മെയിൻ അടുക്കള ഉണ്ടാക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാ സാധനവും ഇവിടെ വെച്ചുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഭയങ്കര പരന്ന് കിടക്കും പോലെ തോന്നുന്നത് കേട്ടോ. അമ്മയാണ് എപ്പോൾ ഒതുക്കി പെറുക്കി വെക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ടാണ്, അല്ലാണ്ട് ഇങ്ങനെ പരത്തി ഇട്ടതല്ല കേട്ടോ. എല്ലാ പാത്രവും ഒരു സ്ഥലത്ത് വെച്ചോണ്ടേ. അപ്പം ഞാൻ വേഗം പിന്നെ കഴിച്ച കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴുകാൻ വേണ്ടി നോക്കുകയാണ്. പിന്നെ ഞാനിങ്ങനെ പാത്രം കഴുകുമ്പം അമ്മ സൈഡിൽ കൂടെ ഓരോന്ന് ക്ലീൻ ആക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ പയറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പയറാണെങ്കിൽ ഞാൻ മഞ്ഞളും ഉപ്പും എല്ലാം കൂടി ഇട്ടിട്ടുള്ള വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ അത് കുറേ നേരം നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ ആ ഒരു എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആക്കെ പോകുമല്ലോ. അതിന് ശേഷമാണ് ഞാൻ അരിഞ്ഞ് വൃത്തിയാക്കാറ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കറി വെക്കാൻ വേണ്ടിയിട്ട് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാൻ വേഗം ചിക്കനൊക്കെ നന്നായിട്ട് ഒന്ന് കഴുകി, ചിക്കനെ നല്ല ഉപ്പിട്ടിട്ട് കഴുകിയിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പം ഞാൻ അങ്ങനെയാണ് കഴുകുന്നത്. അപ്പോൾ കുറേ പ്രാവശ്യം അങ്ങനെയൊക്കെ കഴുകി എല്ലാം ഉള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് തോല് ഒഴിച്ച് കൊടുത്തിട്ട് അമ്മേനെ കൊണ്ട് വെപ്പിക്കാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പിന്നെ സാധാരണ നമ്മളല്ലേ എപ്പോൾ ഇങ്ങനെ വെക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇതാക്കി സെറ്റാക്കി വെച്ചപ്പോഴത്തേക്ക് പിന്നെ കുറേ കഴിഞ്ഞ് അനിയത്തിയൊക്കെ വന്നു കേട്ടോ. അപ്പോൾ അനിയത്തീൻ്റെ 2 മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ത്രിജുവിനാണെങ്കിലും ഇവരെ കണ്ടിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കൊലായിലിരുന്ന് പയറൊക്കെ മുറിച്ച് കഥ പറയുമ്പോഴാണ് അവർ വരുന്നത്. അപ്പോൾ ഞാൻ ഉപ്പേരിയൊക്കെ അതിൻ്റെ ഇടയ്ക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മെഴുക്ക് പുരട്ടി പോലെയാണ് ആക്കുന്നത്. ഞങ്ങൾക്ക് മെഴുക്ക് പുരട്ടിയൊന്നുമില്ല, ഞങ്ങൾക്ക് എല്ലാം ഉപ്പേരി തന്നെയുള്ളൂ കേട്ടോ. തോരനും മെഴുക്ക് പുരട്ടിയൊന്നുമില്ല. അപ്പോൾ തേങ്ങ ഇട്ട് തൊടാത്തതൊക്കെ ഉപ്പേരി തന്നെയാണ് ഞങ്ങൾ പറയുക. കടുക് ഇട്ട് കുറച്ച് ഉള്ളിയും പച്ചമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അത് സെറ്റാക്കി എടുത്ത് അതൊക്കെ അങ്ങനെ സെറ്റാക്കി എടുത്തപ്പോൾ പിന്നെ ത്രിജുവിനും ഭാവിക്കൊക്കെയുള്ള കഞ്ഞി റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം കുക്കർ ഒഴിച്ച് അന്നേരം തന്നെ അങ്ങ് കഴുകി വെച്ചു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴുകുമ്പോഴേ ഞാൻ പണ്ടത്തെ കാര്യങ്ങളൊക്കെയാണ് ആലോചിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ പണ്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ഹെൽപ്പ് ചെയ്യില്ലായിരുന്നു എന്നൊക്കെ. പക്ഷേ ഇപ്പം അമ്മയാണെങ്കിലും അപ്പോൾ എപ്പോഴും പറയാറുണ്ട് കേട്ടോ, വലുതാകുമ്പോൾ ഇതൊക്കെ പഠിച്ചോളും എന്നുള്ളത്. പിന്നെ അമ്മയാണെങ്കിലും ഞാനും എൻ്റെ അനിയത്തിയും എപ്പോഴും ഓരോ കാര്യത്തിന് വേണ്ടി ആ സമയത്ത് വഴക്കായിരുന്നു കേട്ടോ. മത്സരമായിരുന്നു ഞങ്ങൾ. ഒരു മുറ്റടിച്ച് വരാൻ വരെയും ഞങ്ങൾ തമ്മിൽ മത്സരമായിരുന്നു. പിന്നെ അപ്പോൾ അതിൻ്റെ വഴക്ക് കേൾക്കാനേ നമുക്ക് നേരം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം അമ്മ ഇങ്ങനെ ഓരോ പണീൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പം അതിൻ്റെ ബുദ്ധിമുട്ട് അന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. അപ്പം അമ്മയായാലും അച്ഛമ്മയായാലും അച്ഛനായാലും ഒക്കെ ഞങ്ങൾ ചീത്ത പറയുമ്പോൾ. പക്ഷേ ഉണ്ടല്ലോ ഇപ്പം ഞങ്ങൾ തമ്മിൽ അങ്ങനത്തെ യാതൊരുവിധ ഫൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കണ്ടറിഞ്ഞ ഒരു പ്രശ്നമില്ലാണ്ട് ഞങ്ങൾ രണ്ടാളും ചെയ്യും കേട്ടോ. ഞങ്ങൾക്ക് അങ്ങനെ ഒരു പണിയെടുക്കുന്നതിനോ ഒരാൾ അങ്ങനെ എടുത്തു അങ്ങനത്തെ ഒരു പ്രശ്നവും ഇപ്പം ഇല്ല കേട്ടോ. ഇപ്പം ഞങ്ങൾ ഒരുമിച്ച് എത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെയാണ് മെയിനായിട്ട് അമ്മേനെ അമ്മേനെ അച്ഛമ്മേനൊക്കെ ഇപ്പോൾ മക്കളെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ തന്നെയാണ് എല്ലാ കാര്യങ്ങളും അങ്ങ് ചെയ്യാറ്. അപ്പോഴത്തേക്ക് പിന്നെ അമ്മ ത്രിജുവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പനിക്കൂർക്കൽ പറിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്ത് ഞങ്ങളൊന്ന് കട വരെ പോയതാണ് കേട്ടോ. ഞാനും അനിയത്തിയും കൂടെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ സാധനമൊക്കെ വാങ്ങി വന്നപ്പോഴത്തേക്കും പിന്നെ അമ്മേൻ്റെ വീട്ടിൽ നിന്ന് മാമിയും അമ്മമ്മയും മക്കളൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അമ്മ കറി ഉണ്ടാക്കാനൊന്നും നിന്നില്ല. അമ്മ മസാലയൊക്കെ ഓൾറെഡി വറുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ടൈം കിട്ടില്ല. അനിയത്തി വേഗം കറി ഉണ്ടാക്കി കേട്ടോ. ഇതിലൊക്കെ ഇവളും ഭയങ്കര സ്പെഷ്യലിസ്റ്റാണ്. അപ്പോൾ എപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന അതേ കറി തന്നെയല്ലേ കൂട്ടുന്നത്. അപ്പോൾ ഇവളും പറഞ്ഞു ചേച്ചി ഉണ്ടാക്ക്, ഞാനെപ്പോൾ ഉണ്ടാക്കുന്നില്ല. അപ്പം ഞാൻ പിന്നെ അവളെ കൊണ്ട് തന്നെ അങ്ങ് ഉണ്ടാക്കിപ്പിച്ചു കേട്ടോ. എല്ലാം ഞാൻ സെറ്റാക്കി കൊടുത്തു, ഉള്ളിയൊക്കെ സെറ്റാക്കി കൊടുത്തു. അപ്പോൾ അവൾ ഈ ഒരു രീതിയിൽ കറി ഉണ്ടാക്കി. ഇത് അമ്മേൻ്റെ റെസിപ്പിയാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി. അപ്പം ഞാൻ വേഗം ഒരു ഓട്സ് അല്ല സ്മൂത്തി ഉണ്ടാക്കി കേട്ടോ. അപ്പം ഞാൻ ഹെൽത്തി ആയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഫോളോ ചെയ്യുന്നൊരു റെസിപ്പിയാണ് ഇത്. അപ്പം ഞാനാണെങ്കിൽ ഇതിൽ ഓട്സ് മെയിനായിട്ട് കൂട്ടും. പിന്നെ ഓരോരോ ഫ്രൂട്ട്സാണ് മാറ്റിയെടുക്കുന്നത്. അപ്പോൾ ഇതെനിക്ക് കുടിക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല ഫില്ലിംഗ് ആണ്. അല്ലെങ്കിൽ ഞാനിങ്ങനെ ഒന്നും കഴിക്കില്ല. അതായത് എന്തുണ്ടെങ്കിലും ഇങ്ങനെ കഴിക്കാൻ മടിയാണ്. പക്ഷേ ഇതിപ്പോൾ നമുക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ലതാണ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനൊന്നും സ്കിപ്പ് ചെയ്തിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഇടയിലുള്ളൊരു ടൈമിലാണ് ഇത് കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ എടുത്തിട്ടുള്ളത് അനാറാണ്. എപ്പോഴും പോലെ തന്നെ ബനാനയും അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സും ഓട്സും ഒക്കെ മിക്സ് ചെയ്ത് ഇതിവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനും കുടിച്ചു. അപ്പോൾ അനിയത്തി ഫീഡ് ചെയ്യുന്ന, അപ്പോൾ നീയും കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഞാൻ കൊടുത്തു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചോറും കറികളും ഒക്കെ ഇവിടെ സെറ്റായിട്ടുണ്ടായിരുന്നു. അനിയത്തി മക്കൾക്ക് രണ്ടാൾക്കും ചോറ് വാരി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെറുതിന് 3 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ചോറൊക്കെ വാരി കൊടുത്ത് ചില സമയത്ത് ഇവർ രണ്ടാളും ഭയങ്കര സ്നേഹമായിരിക്കും, ചില സമയത്ത് ഭയങ്കര അടിയായിരിക്കും കേട്ടോ.
ഞങ്ങൾ ചോറൊക്കെ കഴിച്ചിരുന്നതിന് ശേഷം അനിയത്തി കടയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ടൗൺ ആയതുകൊണ്ട് നമുക്ക് എന്താവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് പോയാൽ മതി. അപ്പോൾ അവൾ വൈകുന്നേരത്തേക്കുള്ള കുറച്ച് കടികളൊക്കെ കൊണ്ടുവന്നായിരുന്നേ. എനിക്കാണെങ്കിൽ ബ്രെഡ് പോക്കറ്റ് ഫേവറേറ്റ് ആണ്. ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്, അവൾ എപ്പോൾ എനിക്ക് അത് തന്നെയാണ് കേട്ടോ കൊണ്ടുതരാറ്. അപ്പോൾ ഞങ്ങളങ്ങനെ അതൊക്കെ കഴിച്ചപ്പോഴത്തേക്ക് പിന്നെ അമ്മൂമ്മ അവളും കൂടെ പോയിട്ട് ചേമ്പും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വൈകുന്നേരം ചേമ്പും കപ്പയും പുഴുക്കാക്കാൻ വിചാരിച്ചു. അപ്പോൾ അച്ചമ്മ ചേമ്പ് ചുണങ്ങാണ്. എനിക്കാണെങ്കിൽ അത് ചൊറിയും ചെയ്യും, കുട്ടികളൊക്കെ തൊടുന്നതല്ലേ. അപ്പം ഞാൻ പിന്നെ കപ്പ നന്നാക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചു കൊടുത്തത്. അങ്ങനെ ഞാനും അച്ചമ്മയും കൂടെ ചേമ്പും കപ്പയൊക്കെ നന്നാക്കും. അപ്പോൾ അനിയത്തിൻ്റെ മക്കളാണെങ്കിൽ ഉറങ്ങുകയാണ്. പിന്നെ അപ്പോഴത്തേക്ക് പിന്നെ സന്ധ്യയായിരുന്നു കേട്ടോ. അപ്പം ഞാനൊന്ന് ജസ്റ്റ് പുറത്തൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചു, അടുത്ത വീട്ടിലൊക്കെ. ഞാനങ്ങനെ ഇവിടെ വരാറേ ഇല്ല കേട്ടോ. അപ്പോൾ പിന്നെ അവിടെയൊക്കെ പോയി വന്നപ്പോഴത്തേക്കും പിന്നെ വിളക്ക് വെക്കലും പ്രാർത്ഥനയൊക്കെ ആയേ. അപ്പോൾ ത്രിജുവും ഇവരെല്ലാവരും കൂടെ ഭയങ്കര കളിയും വഴക്കൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞു കേട്ടോ അമ്മയൊക്കെ. അപ്പോൾ എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വിളക്കൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം ചേമ്പയൊക്കെ ഇരുന്ന് കഴിച്ചു കേട്ടോ. പിന്നെ ഞാനും അനിയത്തിയും അതുപോലെ തന്നെ പിള്ളേരും എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഓരോ കഥയൊക്കെ പറഞ്ഞിങ്ങനെ കളിക്കുകയാണ് കേട്ടോ. എത്രയോ നാൾ കൂടിയിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ. ഞാനും അനിയത്തിയും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകാറുണ്ടെങ്കിലും നമുക്ക് ഇവിടെ വീട് പണിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ അങ്ങനെ ഒരുമിച്ച് നിൽക്കാനുള്ളൊരു അവസരം കിട്ടിയിട്ട് കുറേ കാലമായിരുന്നു കേട്ടോ. പിന്നെ കഴിഞ്ഞ ആഴ്ച വീട്ടിൽ കയറി താമസിക്കുന്നതിൻ്റെ തിരക്കും അതൊക്കെ കാരണം ഇപ്പോഴാണ് നമ്മൾ സ്വസ്ഥമായിട്ട് ഒന്ന് ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ത്രിജു ആണെങ്കിലും മോൾ ഓരോന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കുകയാണ് കേട്ടോ. അവനത് കാണുമ്പോൾ ഒരു രസം, ചെറുത് കളിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പിന്നെ കുറേ കഥയൊക്കെ പറഞ്ഞതിന് ശേഷം അവൾ പോയിട്ടോ. അവളെ ഹസ്ബൻഡ് വന്നിട്ട് കൂട്ടി, അതായത് അനിയൻ. അപ്പോൾ പിന്നെ ഇവിടെ അടുത്ത് തന്നെയാണ്, അതുകൊണ്ടാണ് കേട്ടോ അവൾ പോയത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീട്ടിലെ ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.